നയാര പെട്രോൾ, നയാര എനർജി എന്ന സ്വകാര്യ മേഖലയിലെ എണ്ണ കമ്പനി വിതരണം ചെയ്യുന്ന ഇന്ധനമാണ്. മുൻപ് എസ്ആർ ഓയിൽ എന്ന പേരിലായിരുന്ന ഈ കമ്പനി റഷ്യൻ കമ്പനിയായ റോസ്നെഫ്റ്റും മറ്റ് നിക്ഷേപകരും ഏറ്റെടുത്തതിനു ശേഷം നയാര എനർജി എന്ന് പേര് മാറ്റുകയായിരുന്നു. ഗുജറാത്തിലെ ദ്വാരക ജില്ലയിലുള്ള വടനാറിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സിംഗിൾ സൈറ്റ് റിഫൈനറിയാണ്. രാജ്യത്തുടനീളം 6500-ലധികം പെട്രോൾ പമ്പുകളുമായി നയാര എനർജിക്ക് വലിയ റീറ്റെയിൽ ശൃംഖലയുണ്ട്. നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ധനങ്ങളെ അപേക്ഷിച്ചുള്ള നയാര ഇന്ധനങ്ങളുടെ ഉയർന്ന പ്രവർത്തനക്ഷമതയ്ക്കും വിലക്കുറവിനുമുള്ള കാരണങ്ങളും മറ്റ് പ്രത്യേകതകളും എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒപ്പം മിഡിൽ ഈസ്റ്റിനെ അപേക്ഷിച്ച് അതിശൈത്യ മേഖലയായ റഷ്യയിൽ നിന്നുമുള്ള ക്രൂഡ് ഓയിലിന് നിലവാരം കൂടുതലാണോ എന്നുള്ള കാര്യവും ഈ വീഡിയോയിൽ പരിശോധിക്കുന്നു. നയാര എനർജി അവരുടെ ഇന്ധനത്തിന്റെ ഗുണമേന്മയും അളവും ഉറപ്പാക്കാൻ നിരന്തര പരിശോധനകൾ നടത്തുന്നുണ്ട് എന്ന് അവകാശപ്പെടുന്നു. ഇത് ശരിവയ്ക്കുന്ന തരത്തിൽ നയാര ഇന്ധനം ഉപയോഗപ്പെടുത്തുന്ന ഉപഭോക്താക്കൾ ഇതിന്റെ ഗുണനിലവാരത്തിൽ സംതൃപ്തരാണ് എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. നയാര ഒരു സ്വകാര്യ കമ്പനി ആയതുകൊണ്ട് തന്നെ വില നിർണ്ണയത്തിലും മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലും പൊതുമേഖലാ കമ്പനികളിൽ നിന്ന് വ്യത്യാസങ്ങളുണ്ടാവാം. പലപ്പോഴും പൊതുമേഖലാ കമ്പനികൾ സർക്കാരിന്റെ ഇന്ധന നയങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുമ്പോൾ നയാര പോലുള്ള സ്വകാര്യ കമ്പനികൾക്ക് വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് വിലയിൽ മാറ്റങ്ങൾ വരുത്താൻ കൂടുതൽ സ്വാതന്ത്ര്യമുണ്ടാവാം. ചില സമയങ്ങളിൽ പൊതുമേഖലയിലെ എണ്ണ കമ്പനികളേക്കാൾ 1 രൂപയോളം കുറഞ്ഞ നിരക്കിൽ നയാര പെട്രോളും ഡീസലും ലഭ്യമാക്കിയിട്ടുണ്ട്. ഇത് ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. നിലവിൽ കേരളത്തിൽ ഏറെക്കുറെ മറ്റ് ഇന്ധനങ്ങളുടെ വിലയ്ക്ക് സമാനമാണ് നയാര ഇന്ധനങ്ങളുടെ വിലയും. നയാര ഇന്ധനം ഉപയോഗപ്പെടുത്തി ഓടുന്ന വാഹനങ്ങളിൽ കൂടുതൽ മൈലേജ് ലഭിക്കാനും എൻജിന്റെ കാര്യക്ഷമത വർദ്ധിക്കാനുമുള്ള കാരണം ഇനി പറയുന്നതാണ്. നയാര എനർജി അവരുടെ ഇന്ധനങ്ങളിൽ പ്രത്യേക അഡിക്റ്റീവുകൾ ചേർക്കുന്നുണ്ടെന്ന് അവകാശപ്പെടുന്നു. ഈ അഡിക്റ്റീവുകൾ എൻജിന്റെ വിവിധ ഭാഗങ്ങളിൽ അടിഞ്ഞുകൂടുന്ന കാർബൺ ഡെപ്പോസിറ്റുകൾ നീക്കം ചെയ്യാനും അവ രൂപപ്പെടുന്നത് തടയാനും സഹായിക്കുന്നു. എൻജിൻ വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ ഇന്ധനം കൂടുതൽ പൂർണ്ണമായി കത്തുകയും അതുവഴി എൻജിൻ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇത് ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ചില അഡിക്റ്റീവുകൾ ഇന്ധനത്തിന്റെ ലൂബ്രിക്കേഷൻ ഗുണങ്ങൾ മെച്ചപ്പെടുത്തുകയും എൻജിനിലെ ഘർഷണം കുറയ്ക്കുകയും ചെയ്യും. ഇത് എൻജിന്റെ തേയ്മാനം കുറയ്ക്കാനും ആയുസ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. നയാര എനർജിക്ക് അത്യാധുനിക നിലവാരമുള്ള റിഫൈനറി ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. യൂറോ 4, യൂറോ 5 ഗ്രേഡ് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ളതാണ് ഈ റിഫൈനറി. ഉയർന്ന നിലവാരമുള്ള ശുദ്ധീകരണ പ്രക്രിയയിലൂടെ ഇന്ധനത്തിലെ മാലിന്യങ്ങൾ, സൾഫർ തുടങ്ങിയ അനാവശ്യ ഘടകങ്ങൾ കുറയ്ക്കാൻ സാധിക്കുന്നു. ഇത് വാഹനങ്ങളുടെ എൻജിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും മലിനീകരണം കുറയ്ക്കാനും സഹായിച്ചേക്കാം. മാലിന്യങ്ങൾ കുറഞ്ഞ ഇന്ധനം കത്തുമ്പോൾ എൻജിനിൽ അവശേഷിക്കുന്ന അവശിഷ്ടങ്ങളും കുറയും. ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നയാര ഇന്ധനത്തിന്റെ ഗുണമേന്മയും അഡിക്റ്റീവുകളും ഇന്ധനം കൂടുതൽ കാര്യക്ഷമമായി കത്താൻ സഹായിക്കുന്നു. അപൂർണമായ ജ്വലനം കാർബൺ ഡെപ്പോസിറ്റുകൾ ഉണ്ടാക്കുകയും എൻജിന്റെ ശക്തി കുറയ്ക്കുകയും ഇന്ധന ഉപഭോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് മൈലേജ് കുറയാൻ കാരണമാകുന്നു. വൃത്തിയായ ഇന്ധനം ഉപയോഗിക്കുമ്പോൾ എൻജിന്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ വൃത്തിയായിരിക്കുകയും തേയ്മാനം കുറയുകയും ചെയ്യും. എൻജിൻ മികച്ച അവസ്ഥയിലായിരിക്കുമ്പോൾ അത് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുന്നു. ഇവയെല്ലാം ചേരുമ്പോൾ വാഹനങ്ങൾക്ക് കൂടുതൽ മൈലേജും എൻജിന്റെ കാര്യക്ഷമതയും ലഭിക്കുന്നുവെന്ന് നയാര എനർജി അവകാശപ്പെടുന്നു. ഇനി മിഡിൽ ഈസ്റ്റിലെ ഉഷ്ണപ്രദേശങ്ങളിൽ നിന്നുമുള്ള ക്രൂഡ് ഓയിലിനെ അപേക്ഷിച്ച് റഷ്യയിലെ അതിശൈത്യമുള്ള പ്രദേശങ്ങളിൽ നിന്നും എടുക്കപ്പെടുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ച് എടുക്കുന്നതിനാലാണ് നയാര ഇന്ധനങ്ങൾക്ക് മികച്ച ഗുണനിലവാരം ലഭിക്കുന്നത് എന്ന ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് പരിശോധിക്കാം. ക്രൂഡ് ഓയിലിന്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്നത് പ്രധാനമായും ഇനി പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. API ഗ്രാവിറ്റി, അമേരിക്കൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രാവിറ്റി. ഇത് ക്രൂഡ് ഓയിലിന്റെ സാന്ദ്രതയുടെ ഒരു അളവാണ്. ഉയർന്ന API ഗ്രാവിറ്റിയുള്ള ക്രൂഡ് ഓയിൽ ഭാരം കുറഞ്ഞതും സാധാരണയായി കൂടുതൽ വിലയേറിയതുമാണ്. കാരണം ഇതിൽ നിന്ന് കൂടുതൽ ഗ്യാസോലിൻ, ഡീസൽ തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കാൻ സാധിക്കും. ക്രൂഡ് ഓയിലിലെ സൾഫറിന്റെ അളവ് ഗുണനിലവാരത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ്. കുറഞ്ഞ സൾഫർ അംശമുള്ള ക്രൂഡ് ഓയിലിനെ സ്വീറ്റ് ക്രൂഡ് എന്ന് പറയുന്നു. ഇത് സംസ്കരിക്കാൻ എളുപ്പമാണ്. കൂടാതെ പരിസ്ഥിതിക്ക് ദോഷകരമായ സൾഫർ ഡയോക്സൈഡിന്റെ പുറന്തള്ളൽ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഉയർന്ന സൾഫർ അംശമുള്ള ക്രൂഡ് ഓയിലിനെ സോർ ക്രൂഡ് എന്ന് പറയുന്നു. ഇത് സംസ്കരിക്കാൻ കൂടുതൽ ചിലവും സങ്കീർണവുമാണ്. മെറ്റൽ അംശങ്ങൾ, ലവണങ്ങൾ, വെള്ളം തുടങ്ങിയ മാലിന്യങ്ങളും ക്രൂഡ് ഓയിലിന്റെ ഗുണനിലവാരത്തെ ബാധിക്കാം. ഇവ റിഫൈനറികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും സംസ്കരണ ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും.
ഇനി റഷ്യൻ ക്രൂഡ് ഓയിലും മിഡിൽ ഈസ്റ്റേൺ ക്രൂഡ് ഓയിലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം. റഷ്യ വിവിധ തരം ക്രൂഡ് ഓയിലുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ചില റഷ്യൻ എണ്ണകൾ, ഉദാഹരണത്തിന് സൈബീരിയയിൽ നിന്നുള്ളവ, API ഗ്രാവിറ്റി കൂടുതലുള്ളതും സൾഫർ അംശം കുറഞ്ഞതുമായ സ്വീറ്റ് ലൈറ്റ് വിഭാഗത്തിൽപ്പെട്ടവയാണ്. എന്നാൽ എല്ലാ റഷ്യൻ എണ്ണകളും അങ്ങനെയല്ല. മിഡിൽ ഈസ്റ്റിലും വിവിധ തരം ക്രൂഡ് ഓയിലുകൾ ലഭ്യമാണ്. സൗദി അറേബ്യയുടെ അറബ് ലൈറ്റ് പോലുള്ള ചില എണ്ണകൾ ഉയർന്ന നിലവാരമുള്ളവയാണ്. അതേസമയം ചിലത് ഉയർന്ന സൾഫർ അംശമുള്ളവയായിരിക്കാം. ക്രൂഡ് ഓയിൽ രൂപപ്പെടുന്നത് ഭൂമിക്കടിയിലെ മർദ്ദവും താപനിലയും ധാതുക്കളുടെ സാന്നിധ്യവും ദശലക്ഷക്കണക്കിന് വർഷങ്ങളും എടുത്താണ്. ഇതിൽ എണ്ണയെടുക്കുന്ന സ്ഥലത്തെ ഉപരിതലത്തിലെ കാലാവസ്ഥയ്ക്ക് എണ്ണയുടെ രാസഘടനയിലോ ഗുണനിലവാരത്തിലോ നേരിട്ട് സ്വാധീനമില്ല. അതിശൈത്യമുള്ള പ്രദേശങ്ങളിൽ എണ്ണ ഖനനം ചെയ്യുന്നതിന് സാങ്കേതികമായി കൂടുതൽ വെല്ലുവിളികൾ ഉണ്ട് എന്നതിനപ്പുറം ആ എണ്ണയ്ക്ക് അന്തർലീനമായി മികച്ച ഗുണനിലവാരം നൽകുന്നില്ല. നയാര ഏജൻസീസ് വിവിധ രാജ്യങ്ങളിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുകയും അവരുടെ റിഫൈനറികളിൽ സംസ്കരിച്ച് ഇന്ധന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. അവരുടെ ഇന്ധനത്തിന്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്നത് അവർ എവിടെ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കാം. എന്നാൽ അത് റഷ്യയിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതല്ല. ഒരുപക്ഷെ നയാര ഉയർന്ന നിലവാരമുള്ള ക്രൂഡ് ഓയിൽ അത് റഷ്യയിൽ നിന്നായാലും മറ്റെവിടെ നിന്നായാലും തിരഞ്ഞെടുക്കുന്നത് കൊണ്ടാകാം ഗുണനിലവാരം മികച്ചതാവുന്നത്. ഇന്ധന ഉൽപ്പന്നങ്ങളിലെ അഡിക്റ്റീവുകളും ഒരു കാരണമാണ്. എന്നാൽ ഏതൊരു ഇന്ധനത്തിൻ്റെയും മൈലേജ്, വാഹനത്തിൻ്റെ തരം, ഡ്രൈവിംഗ് ശൈലി, റോഡിൻ്റെ അവസ്ഥ, വാഹനത്തിൻ്റെ പരിപാലനം എന്നിവയെയും കൂടെ ആശ്രയിച്ചിരിക്കും എന്നതും ശ്രദ്ധേയമാണ്. വലിയ വാഹനങ്ങൾ ഉള്ളവർക്കായി EFP അഥവാ SR ഫ്ലീറ്റ് പ്രോഗ്രാം പോലുള്ള മൊബൈൽ അധിഷ്ഠിത ഫ്ലീറ്റ് പ്രോഗ്രാമുകൾ നയാര എനർജി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. SR ഫ്ലീറ്റ് പ്രോഗ്രാം എന്നത് വലിയ വാഹന വ്യൂഹമുള്ള ഉടമകളെയും ഡ്രൈവർമാരെയും മറ്റ് വലിയ ഡീസൽ ഉപഭോക്താക്കളെയും ലക്ഷ്യമിട്ടുള്ള ഒരു മൊബൈൽ അധിഷ്ഠിത പരിപാടിയാണ്. ഈ പ്രോഗ്രാം വഴി ഫ്ലീറ്റ് ഉടമകൾക്കും ഡ്രൈവർമാർക്കും വിവിധ ആനുകൂല്യങ്ങളും റിവാർഡുകളും ലഭിക്കും. ഇതിലൂടെ ഇന്ധന ഉപയോഗം കൂടുതൽ കാര്യക്ഷമമാക്കാനും ചെലവ് കുറയ്ക്കാനും ഇന്ധനം വാങ്ങുന്നത് കൂടുതൽ സൗകര്യപ്രദമാക്കാനും സാധിക്കും. പ്രധാനമായും SR ഫ്ലീറ്റ് പ്രോഗ്രാം നൽകുന്ന പ്രയോജനങ്ങൾ ഇവയാണ്. ഫ്ലീറ്റ് ഉടമകൾക്ക് ഇന്ധന ചെലവ് കുറയ്ക്കാൻ സഹായിക്കുന്ന പ്രത്യേക കിഴിവുകളും ആനുകൂല്യങ്ങളും ലഭിക്കും. ഇന്ധനം നിറയ്ക്കുന്നത് കൂടുതൽ എളുപ്പമാക്കാൻ സഹായിക്കുന്ന സംവിധാനങ്ങൾ ലഭ്യമാണ്. ഇത് മൊബൈൽ അധിഷ്ഠിതമായതിനാൽ ഉപയോഗിക്കാനും കൈകാര്യം ചെയ്യാനും എളുപ്പമാണ്. സ്ഥിരമായി ഇന്ധനം വാങ്ങുന്ന ഫ്ലീറ്റ് ഉടമകൾക്കും ഡ്രൈവർമാർക്കും റിവാർഡുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ SR ഫ്ലീറ്റ് പ്രോഗ്രാം എന്നത് വലിയ വാഹന വ്യൂഹങ്ങളെ ലക്ഷ്യമിട്ട് അവർക്ക് ഇന്ധന ചെലവ് കുറയ്ക്കാനും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും റിവാർഡുകൾ നേടാനും സഹായിക്കുന്ന ഒരു മൊബൈൽ അധിഷ്ഠിത ലോയൽറ്റി മാനേജ്മെന്റ് പ്രോഗ്രാമാണ്. ഇത് നയാര എനർജിയുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ വഴിയാണ് പ്രവർത്തിക്കുന്നത്. ചുരുക്കത്തിൽ ഗുണമേന്മ, ഉപഭോക്തൃ സേവനങ്ങൾ, ചില സമയങ്ങളിലെ ആകർഷകമായ വിലക്കുറവ് എന്നിവയാണ് നയാര പെട്രോളിനെ മറ്റ് ഇന്ധനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകങ്ങൾ.